ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്നൊരു മട്ടൻ കറി, കേരള സ്റ്റൈൽ വറുത്തരച്ച കറി. അതിന് വേണ്ടത് മട്ടൻ 1 കിലോ, സബോള 2 എണ്ണം, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി പേസ്റ്റ്. സ്റ്റവ് കത്തി. ഓക്കെ, ഈ പാത്രത്തിലാണ് ഞാൻ മട്ടൻ കറി വയ്ക്കുന്നത്. അതിന് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ. നമുക്ക് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇത് പണ്ടൊക്കെ നാട്ടിൽ വെച്ചിരുന്ന കറിയാണ്. എൻ്റെ അമ്മയൊക്കെ വെച്ചിരുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. ഇത് ഗോൾഡൻ കളർ ആയിട്ടുണ്ടേ. നമുക്ക് നെക്സ്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് ഇത് ഇടാം. സവോളയും പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. നന്നായിട്ട് വഴണ്ടി വരട്ടെ. നല്ല ഇതിൻ്റെ കൂടെ വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ല കറിയായിരുന്നു. കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ സവോള വേഗം മുരിഞ്ഞു. നമുക്ക് സവോള വഴണ്ടി വരുമ്പോൾ ഒരു 4 ചെറിയ തക്കാളി അരിഞ്ഞെടുക്കാം. അരിയണേ. സവോള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ടേ. ഇനി ഇതിൽ നമുക്ക് പൊടികളിടാം. പൊടി എടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. ഭയങ്കര എരിവാണ് ഞങ്ങളുടെ മുളക്, അത് കാരണം കുറച്ച് ഇടുന്നുള്ളൂ. ഓക്കെ, ഗരം മസാല ഓക്കെ. വഴണ്ടി വരട്ടെ. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരണം. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഞാൻ തീ കുറച്ചിട്ടേക്കണമായിരുന്നു, പൊടിയെല്ലാം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. നല്ല മണം വരുന്നുണ്ടല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത ഇതിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് കുറച്ച് നേരം എല്ലാം മസാലകളൊന്ന് ആ തക്കാളിയൊക്കെ കൂടി ഒന്ന് വഴണ്ടി വരട്ടെ. നെക്സ്റ്റ് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വെക്കാം. തക്കാളി ഇതൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് മട്ടൻ ഇടാം. അതിലായിട്ട് മട്ടൻ ഇടാണേ. 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മട്ടൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ മട്ടനുമ്മേലും നല്ല ഇതാക്കുക. മസാലകളെല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
മട്ടനല്ലേ നമ്മൾ കുക്കറിൽ വെച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് വേവ് ഉണ്ട്. ഇതിന് കുറേ ടൈം എടുക്കും, കുറച്ച് സമയം പിടിക്കും. ഇതുവരെ നമുക്കൊന്ന് മൂടിയിടാം. നോക്കാം നമുക്കപ്പോൾ. കുറേ നേരമായല്ലോ, നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. ഇതുണ്ടാവും നല്ല ഇതായി വന്നിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യമുള്ള തേങ്ങ വറുത്തരച്ച് വയ്ക്കാം. വറുത്തരച്ചിട്ട് ഇതിലോട്ട് ചേർത്താം. നന്നായിട്ട് കൊഴുപ്പായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കണേ. ഓക്കെ, നമുക്കതിലേക്ക് പീരിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുക. മിക്സിയിലിട്ട് ഇതായി ചെയ്തേക്കുന്നതിൻ്റെ വീട്ടിൽ വേഗം ഫ്രൈ ആയി കിട്ടും. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, പീര നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി അത് പീര വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിലോട്ട് ആക്കാം. ഇത് ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. നന്നായിട്ടുണ്ടേ, ശരിയായി. ഇനി ഒന്ന് തിളക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.